ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2 വെള്ളിയാഴ്ചയാണ്. വിപണികൾ ഇന്നലെയും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സോണിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇനി എല്ലാ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെ ITC എന്ന സ്റ്റോക്ക് ഏകദേശം 10% ഇടിവാണ് ഉണ്ടാക്കിയത്. ആ ഇടിവിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നോക്കാം. സിഗരറ്റ് നികുതി ഭാരം കേന്ദ്രം ഏകദേശം 40% കുത്തനെ വർദ്ധിപ്പിച്ചു. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 55% ചില്ലറ വിൽപ്പന വിലയുടെ മൊത്തം നികുതി ഏകദേശം 77%. WHO മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന GST നിരക്ക്, പുതുതായി വിജ്ഞാപനം ചെയ്ത കേന്ദ്ര എക്സൈസ് തീരുവ, നിലവിലുള്ള ദേശീയ ദുരന്ത നിവാരണ തീരുവ NCCD എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ITC നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 10% ഇടിഞ്ഞത്. ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ എന്ന കമ്പനി ഏകദേശം 17% ഇടിവുണ്ടാക്കിയിരുന്നു. ഏതായാലും ഇത് സ്റ്റോക്ക് പ്രൈസുകളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. 2025 ഡിസംബറിൽ സെസ് ഉൾപ്പെടെയുള്ള മൊത്തം GST വരുമാനം 1.79 ലക്ഷം കോടി രൂപയായിരുന്നു. വാർഷികാടിസ്ഥാനത്തിൽ 1.3% വളർച്ച രേഖപ്പെടുത്തി. സെപ്റ്റംബറിൽ ഏകദേശം 375 ഇനങ്ങളുടെ GST നിരക്ക് കുറച്ചതിന് ശേഷം ക്രമേണ സാധാരണ നിലയിലായതിൻ്റെ സൂചനയാണിത്. മറ്റൊരു വാർത്തയിലേക്ക്. സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച GST ഇളവുകൾ, വർഷാവസാന കിഴിവുകൾ, ആദായ നികുതി ഇളവ്, റിപ്പോ നിരക്ക് വെട്ടിക്കുറയ്ക്കൽ എന്നിവയ്ക്കൊക്കെ ശേഷം ശക്തമായിട്ടുള്ള ഡിമാൻഡ് കാരണം 2025 ഡിസംബറിൽ പാസഞ്ചർ കാർ മൊത്ത വിൽപ്പന 26.2% വർദ്ധിച്ച് 4.07 ലക്ഷം യൂണിറ്റായി. വാഹന വ്യവസായം കലണ്ടർ ഇയർ 2025 പുതിയ മൊത്ത വിൽപ്പന റെക്കോർഡ് നേടി. വോളിയത്തിൽ 5.7% വർദ്ധിച്ച് ഏകദേശം 4.55 ലക്ഷം യൂണിറ്റായി. SUVകൾ ഡിമാൻഡിൽ മുന്നിൽ തുടരുന്നു. അവരുടെ വിഹിതം 55.8% വർദ്ധിച്ചു. അതേസമയം ചെറു കാറുകൾ വീണ്ടെടുക്കലിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു. മാരുതി സുസുക്കി ഡിസംബറിൽ എക്കാലത്തെയും മികച്ച വിൽപ്പന രേഖപ്പെടുത്തി. ഡീലർ ഇൻവെന്ററി കുറഞ്ഞതോടെ M&M 23% വളർച്ച കൈവരിച്ചു. ടാറ്റ മോട്ടോഴ്സ് 13% വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശക്തമായ SUV, EV ഡിമാൻഡ് എന്നിവയുടെ പിന്തുണയോടെ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ വർഷവും റെക്കോർഡ് വാർഷിക വിൽപ്പനയാണ് ഇപ്പോൾ സെയിൽസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് മാരുതി സുസുക്കിയാണ്. അതിനുശേഷം M&M, ടാറ്റ മോട്ടോഴ്സ് എന്നിവയും ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റുകളിൽ ഒരു ഹോൾഡേ ആയിരുന്നു. കൂടാതെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന S&P 500 0.28% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഡിസംബർ 31 അവർ ക്ലോസ് ചെയ്യുന്നത് നെഗറ്റീവിലായിരുന്നെങ്കിലും ഓവറോൾ നല്ല പോസിറ്റിവിറ്റിയിലാണ് 2025 US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നും ജപ്പാൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന കോസ്പി മാർക്കറ്റ് 0.56% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.08% നേട്ടത്തിൽ 26,313 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 15 മുതൽ 20 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്ന പോസിറ്റിവിറ്റിയിലാണ്. എന്നാൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ഗോൾഡ് 0.1% ഇടിവിലാണ്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 99,040 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ വ്യാപാരം നടത്തുന്നത് 1.5% നേട്ടത്തിൽ 88,500 മുകളിലായിട്ടാണ്. ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വലിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് 0.10% ചെറിയ നേട്ടത്തിലാണ്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പുതിയ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ സീരീസിന്റെ ലിങ്ക് നമ്മളിവിടെ പ്ലേലിസ്റ്റിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു Q3 അപ്ഡേറ്റിലേക്കാണ്. ടോട്ടൽ ബിസിനസ്സിൽ 11.84% വർധനമാണ് വന്നിരിക്കുന്നത്. 2.49 ലക്ഷം കോടി രൂപയിലാണ് ടോട്ടൽ ബിസിനസ് ഉള്ളത്. ഡെപ്പോസിറ്റ്സിൽ 9.27% വർധനവ് രേഖപ്പെടുത്തി 1.39 ലക്ഷം കോടി രൂപയിലാണ് ഡെപ്പോസിറ്റ്സ് ഉള്ളത്. ഗ്രോസ് അഡ്വാൻസിൽ 15.25% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഗ്രോസ് അഡ്വാൻസിൽ 11.27% വർധനവ് വന്നിരിക്കുന്നു. 96,765 കോടി രൂപയിലാണ് ഗ്രോസ് അഡ്വാൻസ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിലും വർധനവ് തന്നെയാണ്. 12.17% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. കാസയിൽ 14.65% വർധനവും വന്നിരിക്കുന്നു. അടുത്ത ഇന്ത്യൻ ബാങ്കാണ്. ടോട്ടൽ ബിസിനസ്സിൽ 13.4% വർധനവ് വന്നു. 14.30 ലക്ഷം കോടിയിലാണ് ടോട്ടൽ ബിസിനസ് ഉള്ളത്. ഗ്രോസ് അഡ്വാൻസിൽ 14.5% വർധനവും ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 12.5% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് മന്ത്ലി ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്കാണ്. ആദ്യം ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ. ടോട്ടൽ സെയിൽസിൽ 6.6% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസായി വന്നിരിക്കുന്നത് 42,416 യൂണിറ്റാണ്. എക്സ്പോർട്സിൽ 26.5% വർധനവും വന്നിരിക്കുന്നു. അടുത്ത ഹീറോ മോട്ടോ കോർപ്പാണ്. ടോട്ടൽ സെയിൽസിൽ 40% വർധനവാണ് വന്നിരിക്കുന്നത്. 4.56 ലക്ഷം യൂണിറ്റിലാണ് ടോട്ടൽ സെയിൽസ് ഉള്ളത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 42.5% വർധനവും എക്സ്പോർട്സിൽ 21% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. അടുത്ത TVS മോട്ടോർ എന്ന കമ്പനിയാണ്. ടോട്ടൽ സെയിൽസിൽ 50% വർധനവ് വന്നു. 4.81 ലക്ഷം യൂണിറ്റിലാണ് ഇപ്പോൾ ടോട്ടൽ സെയിൽസ് ഉള്ളത്. 2 വീലർ സെയിൽസിൽ 48% വർധനവ് വന്നു. ഇലക്ട്രോണിക് വെഹിക്കിൾ സെയിൽസിൽ 77% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 3,269 കോടി രൂപയ്ക്കാണ് FIAs സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1,526 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 26,147 17 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാഴ്ചത്തെ ആ ഒരു ഡോജി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ബുധനാഴ്ച അത്തരത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെ ടച്ച് ചെയ്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ആയതെങ്കിലും അത് നമ്മുടെ ആ ഒരു സോണിനുള്ളിലായിട്ടാണ് അതിൻ്റെ ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അപ്സൈഡിലേക്ക് വന്നാൽ ഓൾ ടൈം ഹൈ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കീ റെസിസ്റ്റൻസ് ഏരിയകളാണ് അവിടെയുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയും. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100 അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,712 130 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് എത്തരത്തിലായിരിക്കും എന്നുകൂടി നമുക്ക് വാച്ച് ചെയ്യാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500 നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.